ആലപ്പുഴ അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു. ദൃശ്യം മോഡൽ കൊലപാതകം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയാണ് കൊല ചെയ്തത്. പ്രതി ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണെന്ന് പറയപ്പെടുന്നു. കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലാണ് ഇപ്പോൾ ഈ ജയചന്ദ്രൻ ഉള്ളത്. വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു. ഈ മാസം 7-ാം തീയതിയാണ് കൊലപാതകം നടന്നത്. SS ശരത്ത് അമ്പലപ്പുഴയിൽ നിന്നും ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ട്. ദിലീപ് ദേവസ്യ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലുമുണ്ട്. ഞാൻ ആദ്യം ശരത്തിലേക്ക് പോകുന്നു. ഈ സംഭവം നടന്ന അമ്പലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം എങ്ങനെയാണ് നടന്നത് എന്ന് ശരത്ത് നമ്മളോട് വിശദീകരിക്കും. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്ത്. ആദ്യം ഇവർ തമ്മിലുള്ള ബന്ധമൊന്ന് പറയൂ. ഇത് ഈ വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ്. എത്ര നാളത്തെ പരിചയമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എങ്ങനെയാണ് ആ കൊലപാതകം നടന്നത്? എവിടെ വെച്ച് കൊലപ്പെടുത്തി? എവിടെയാണ് മറവ് ചെയ്തത്? എങ്ങനെ കണ്ടെത്തി? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ കാലൂരിലെ ജയചന്ദ്രന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഇത്തരത്തിൽ 6-ാം തീയതിയാണ് ജയചന്ദ്രൻ പെൺസുഹൃത്തായ വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തുന്നത്. ആ സമയത്ത് ഭാര്യ ഉൾപ്പെടെ ഈ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. തുടർന്ന് ഈ രാത്രി ഇവിടെ വിജയലക്ഷ്മി തങ്ങിയിരുന്നു എന്നും മനസ്സിലാക്കുന്നു. ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ ഇപ്പോൾ നമുക്കൊപ്പം ജയചന്ദ്രന്റെ ഭാര്യ ചേരുന്നുണ്ട്. എന്താ ചേച്ചി സംഭവിച്ചത്? വീട് വെച്ചെന്ന കാണത്തിന് ഞാൻ വീട്ടു വിലയ്ക്ക് പോരിക്ക് വരുന്നു. എന്റെ വീട്ടിൽ കൊണ്ട് കുഞ്ഞിനെ നിർത്തി പുള്ളി പോട്ടി പണിയിലെന്നും പറഞ്ഞോണ്ട് ലീവ് എടുത്ത് നിന്നിട്ട് മൈക്കാട് പണിക്ക് പോയി. ഞാൻ നിന്നെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ മൈക്കാട് പണിക്ക് പോയി എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ബോട്ടിൽ പോഞ്ഞ എന്താ അത് പണിയില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞ്. പിറ്റേ ടേണ് എനിക്ക് അവിടെ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ തിരിച്ചു വന്ന് പിറ്റേ തിങ്കളാഴ്ച വന്ന് ഞാൻ പുന്നപ്ര ചെന്ന് കുഞ്ഞുമായിട്ട് ഇവിടെ പെയ്യണമെന്ന് അവിടെ വന്ന് കുഞ്ഞിൻ്റെ സൈക്കിളും ബുക്കും ഒക്കെ എടുത്തോണ്ട് വന്ന് എല്ലാം എടുത്തോണ്ട് വന്ന് ഇവിടെ വന്നയാള് ഒന്നും വെച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ബോട്ട് പണിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് പോയി. ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വിജയലക്ഷ്മി നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ഒരു ദിവസം ഇതുപോലെ എന്തോ അവിടെ പുറകെ നടന്നെന്ന് എന്തൊക്കെ പറഞ്ഞപ്പോ ഇല്ലേ, അവിടുന്ന് ഒരു സുധീഷ് എന്നും പറഞ്ഞൊരു ആള് എന്നെ മോനെയും കൂടെ വിളിപ്പിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇതൊക്കെ ഇതായി, നിങ്ങൾ വീട്ടിൽ ചെന്ന് വഴക്കിടലിന് സന്തോഷമായിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെയും മോനെയും ഇയാളനെയും കൂടെ അവിടെ നിന്ന് വണ്ടിയെ കയറ്റിയൊക്കെ വിടും. പിന്നെ അതിൽ പിന്നെ വിളിക്കുകയും പറയുകയും എടുക്കുകയൊന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. പിന്നെ അവിടെ ഒരു അനീഷ് എന്നും പറഞ്ഞ് ആ പയ്യൻ വിളിച്ചിട്ടൊക്കെ അണ്ണനങ്ങ് ഒരിതുമില്ലൊക്കെ അവിടെ പിന്നെ ഹാർബറിൽ വന്നാൽ നിൽക്കത്തില്ല നോക്കത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ അനീഷാണ് ഈ കാര്യങ്ങൾ ഇന്ന പോലാണെന്നൊക്കെ എന്നോടൊക്കെ ഇന്ന പോലാണൊക്കെ അവളെ കാണുന്നില്ല അണ്ണനെയൊക്കെ സംശയം ഫോണിനകത്ത്. ഞാൻ അന്നേരം തൊട്ട് ഞാനും എൻ്റെ മോനും കൂടി ഇപ്പൊ ലക്ഷ്മി 6-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാമയ്യ. അതായത് ജയചന്ദ്രന്റെ ഭാര്യയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ സംഭവം, അതായത് വിജയലക്ഷ്മി വന്നിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ഈ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് എന്തായാലും കൊലപാതകം നടന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീടിന്റെ തൊട്ടു സമീപത്തുള്ള വീട്ടിലാണ്. അതായത് ഇപ്പോൾ ഈ ജയചന്ദ്രന്റെ ഈ വീട്ടിൽ ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് 7-ാം തീയതി ജയചന്ദ്രന്റെ ഭാര്യയും മകനും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ആ വീട്ടിനുള്ളിൽ വെച്ചാണ് പ്ലെയർ കൊണ്ട് തലക്കടിച്ചത് അല്ലേ? അതെ. അതായത് ഈ ദിവസം, ഈ കൊലപാതകം നടക്കുന്ന ദിവസം ജയചന്ദ്രന്റെ ഭാര്യയെയും കുട്ടിയെയും വീട്ടിൽ നിന്ന് മാറ്റി. മാത്രമല്ല ജോലിക്ക് പോകാറുണ്ടായിരുന്ന, ബോട്ട് ജോലി ചെയ്തിരുന്ന ജയചന്ദ്രൻ ആ ദിവസം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നു എന്നുള്ളതാണ്. അതുൾപ്പെടെ ഭാര്യ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതെന്തിനാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയില്ല. പക്ഷേ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഭാര്യയെയും കുട്ടിയെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം ജയചന്ദ്രൻ ചെയ്തത് ഈ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ശേഷം ഒരു ദിവസം ഇരുവരും ഇവിടെ തങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 6-ാം തീയതിയാണ് വിജയലക്ഷ്മി വീട്ടിലെത്തുന്നത്. അന്ന് തന്നെ ഈ കൊലപാതകം നടന്നിട്ടുണ്ട്. അന്ന് രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അത് ഇരുവരും തമ്മിലുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ കൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പ്ലെയർ കൊണ്ട് തലക്കി അടിക്കുകയാണ് ചെയ്തത്. കൊലപാതക ശേഷം, അതായത് തൊട്ടിപ്പുറം ജയചന്ദ്രന്റെ വീട് കാണാം, അതിന് സമീപത്താണ് ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുഴിച്ചുമൂടിയ വീടുള്ളത്. ഈ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുള്ളത്. ആദ്യ ദിവസം ഈ മൃതദേഹം ഇത്തരത്തിൽ ഇവിടെ ഈ മണ്ണ് മാന്തിയ ശേഷം മൂടി വെച്ചു. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഉൾപ്പെടെ മാന്തുന്ന
രീതിയിലൊരു സാഹചര്യം വന്നു. ശേഷം വീണ്ടും കോൺക്രീറ്റ് ഉൾപ്പെടെ ചെയ്ത് ഇത് പൂർണ്ണമായി മൂടുകയാണ് ജയചന്ദ്രൻ ചെയ്തത്. അതായത് ദൃശ്യം മോഡൽ കൊലപാതകമാണ് എന്ന് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കും. ഈ കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ ഇത്തരത്തിൽ എറണാകുളത്തുള്ള ഒരു KSRTC ബസ്സിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ആ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ്. അതായത് മൊബൈൽ ഫോൺ പോലീസിന് ലഭിക്കുന്നു, ഒരു അജ്ഞാത മൊബൈൽ ഫോൺ ലഭിക്കുന്നു. പക്ഷേ ഉടമയോ ഇതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഈ ഫോണിലേക്ക് വിളിക്കുന്നില്ല. അത് പോലീസിന് സംശയമായി. മാത്രമല്ല വിജയലക്ഷ്മിയുടെ ബന്ധു ഇക്കാര്യത്തിൽ ഒരു സംശയം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം മൊബൈൽ ഫോൺ ഇത്തരത്തിൽ എറണാകുളത്ത് നിന്ന് കണ്ടെത്തുന്നത്. ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മി എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ അമ്പലപ്പുഴയിലെ ക്ഷേത്രത്തിൽ തൊഴാനെന്ന് പറഞ്ഞായിരുന്നു വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഇവിടെ ഇരുവരും തങ്ങി. അതിനുശേഷമുണ്ടായ തർക്കമാണ്. അതായത് ജയചന്ദ്രന് പുറമെ മറ്റൊരു സുഹൃത്ത് കൂടി വിജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ മറ്റൊരു സുഹൃത്ത് ഉള്ളത് കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ പോലീസ് അതായത് ജയചന്ദ്രൻ സ്വന്തം വീട്ടിൽ വെച്ച് പ്ലെയർ വെച്ച് തലക്കിളിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം രാത്രിയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തൊട്ടടുത്തുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണത്തിലിരുന്ന ഈ വീടിന്റെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് കുഴിയെടുത്ത് മൂടിയിട്ടുണ്ടാവുക അല്ലേ? തീർച്ചയായും രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്, രാത്രിയാണ് കൊലപാതകവും നടക്കുന്നത്. ആ സമയത്ത് തന്നെ, കാരണം പകലാണെങ്കിൽ തൊട്ട് സമീപത്തൊക്കെ നിരവധി വീടുകൾ ഈ പരിസരത്തുണ്ട്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമല്ല, നിരവധി വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ രീതിയിൽ പകൽ സമയങ്ങളിൽ ഇത്തരമൊരു കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ഒളിപ്പിക്കാനൊന്നും തന്നെ അത്ര എളുപ്പം സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രാത്രി സമയം തന്നെയായിരിക്കും ജയചന്ദ്രൻ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക. രാത്രിയായിരിക്കും ഈ സമീപത്തെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുക. ഇത് ജയചന്ദ്രന്റെ വീടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ ഈ കോൺക്രീറ്റ് പ്രവർത്തനം ഉൾപ്പെടെ ഇവിടെ നടത്തുമ്പോൾ തീർച്ചയായും വീട്ടുടമ ഉൾപ്പെടെ സംശയിക്കേണ്ടതാണ്. പക്ഷേ ഈ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ആൾതാമസമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ വീട്ടിലേക്ക് നിർമ്മാണത്തിലിരുന്ന മൃതദേഹം കുഴിച്ചു മൂടിയ വീട് അത് ആരുടേതാണ്? അതായത് അത് ഈ നിലവിൽ ഇപ്പോൾ നാട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഈ വീട്ടുടമയെ കുറിച്ച് കൃത്യമായി അറിയില്ല. പുറത്തുനിന്ന് വന്ന ഒരാൾ ഇവിടെ വീടെടുക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ജയചന്ദ്രന്റെ വീടല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ജയചന്ദ്രന്റെ സമീപത്തുള്ള വീടാണ്. മേൽക്കൂരയൊന്നും ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു വാർത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അഥവാ വാർത്തു, പക്ഷെ ഫ്ലോറിംഗ് ഒന്നും ആയിട്ടില്ല, മറ്റേ ചുമരുകൾ തേച്ചിട്ടില്ല. അപ്പോൾ ഫ്ലോർ ഇടുന്നതിന് മുൻപാണ് അടുക്കളയിൽ കൊണ്ടുപോയി ഈ മൃതദേഹം കുഴിച്ചിടുന്നത് മണ്ണിൽ. പക്ഷേ അവിടെ പണിക്കാർക്ക് വരുമ്പോൾ അറിയാൻ സാധിക്കില്ലേ ഈ പുതുതായിട്ട് ആ ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടയാളം ഉണ്ടാവില്ലേ അവിടെ? തീർച്ചയായും. അതായത് നിർമ്മാണം നടന്നു വരുന്ന വീടാണ്. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ വീടിന്റെ കോൺക്രീറ്റ് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. തേപ്പ് ഉൾപ്പെടെയുള്ള ചില പണികൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത്. നിലത്തിന്റെ പണി ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ ഇത്തരമൊരു കുഴിയെടുക്കുമ്പോൾ തീർച്ചയായും അതൊരു സംശയമുണ്ടാക്കും. കാരണം ഏത് രീതിയിലാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് വരുന്നത് എന്നുൾപ്പെടെയുള്ളത്. നമുക്കൊപ്പം നാട്ടുകാരൻ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഈ വീടിന്റെ ഉടമയെ കുറിച്ച് കൃത്യമായി അറിയാം? ഉടമയെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു അഭിപ്രായം ഇല്ല. കാരണം അത്രയ്ക്ക് ആരാണെന്ന് അറിയാം. വീട്ടുടമയെ കുറിച്ച് അറിയാം. ഈ വീടിന്റെ അതാ ഈ വീടിന്റെ ഉടമ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു 5-8 കാലമായി നിർമ്മാണം തുടങ്ങിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു 1-2 മാസം അങ്ങോട്ട് അടുത്തായിട്ടുള്ളത്. അവർക്ക് സർക്കാരെല്ലാം കൂടെ വെച്ച് കൊടുക്കുന്ന ഒരു വീടാണ്, ഒരു വിധവയുടെ ഒരു വീടാണ്, പാവപ്പെട്ടവരാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇതേപോലെ പോലീസുകാർ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കയറില്ല. ഇവിടെ എന്തോ കരിഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു, സാരി ഏതാണ്ട്. പിന്നെ പോലീസുകാർ വന്ന് ബാക്കിൽ കൂടെ വന്ന് മണ്ണൊക്കെ കുത്തിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം മണ്ണിളക്കം ഉള്ളതുകൊണ്ട് അവർക്കൊരു സംശയം തോന്നിയാണ് അവരത് ചെയ്തത്. ശരി, തിരിച്ചു വരാം. ശരത്തെ, ഞാൻ